എൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പം കരയും. പിന്നെ ഞാൻ എടുത്ത് വന്ന് ഇന്ന് തലോടി ഇതേ ഇട്ട് കൊടുത്താലേ പിന്നെ നിൽക്കുള്ളൂ. അതേ സമയത്ത് ആരെങ്കിലും അറിയാത്ത ആളെ നമ്മളെ പെട്ടെന്ന് വന്നാൽ അവൻ പായിപ്പിക്കും. എന്നെ എന്തെങ്കിലും കാട്ടാനച്ചിട്ട് വന്നാച്ചിട്ട് അവൻ കൈകാര്യം ചെയ്യും. അത്രയും വലിയ സ്നേഹമുള്ള കുട്ടിയാണ്, ആന്ധ്ര കുട്ടിയാണ്. അതിൽ വന്ന തീറ്റയും കൂടിയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇതാണ്. ഇതൊരു മാസം മുന്നേ 15 ഉറുപ്പ്യക്ക് വാങ്ങിയ. അന്നേരമാണ് അവൻ ഉഷാറായത്. ഭക്ഷണമൊക്കെ കൊടുത്ത് പുല്ലും തീറ്റയൊക്കെ കുടിച്ച് ഇപ്പോൾ നമ്മളിട്ട് ഇണങ്ങി വളരെ ഉഷാറായിട്ട് ഒക്കെയാണ്. പെരുള്ളൂർ ചന്തയിൽ തറമ്പിപ്പിടിയ പെരുള്ളൂർ ചേളാരി പഴയ ചേളാരി ചന്ത. ഇപ്പോൾ പെരുള്ളൂർ ചന്തയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മളാ ചന്തയിലൊരു പണിക്കാരും കൂടിയാണ്. എല്ലാ ആഴ്ചയും ചന്തയിലുണ്ടാവും, കിഴിവിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും പരിചയപ്പെടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു 1.5 വയസ്സാകാൻ സാധ്യത ഉണ്ട്, കൂടിയാൽ. അല്ലെങ്കിൽ അതിൽ കുറച്ചുണ്ടാവും. നമുക്ക് അവന് ഇതേമാതിരി പുറത്തേക്ക് കിട്ടും. പിന്നെ വൈക്കോല് പുല്ലൊക്കെ കൊടുക്കും, പിന്നെ വെള്ളം പിണ്ണാക്കുവെള്ളം ഇതൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെയാണ് നോക്കണത്. ഭക്ഷണം എല്ലാം കൊടുക്കും. ഇപ്പം സാധാ പുല്ലാണ് കൊടുക്കണത്, സാധാ പുല്ല്, പിന്നെ പിണ്ണാക്കുവെള്ളം. കൂടുതലിപ്പം പുല്ലാണ് കൊടുക്കണേ. പുല്ലിന് ഇഷ്ടംമാതിരി പുല്ലുണ്ട്. പുറത്ത് എപ്പോഴൊക്കെ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് പുറത്ത് എനിക്ക് ഒഴിവുണ്ടാകുമ്പോൾ, ഞാൻ പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒഴിവുള്ള സമയത്ത് പുറത്തേക്ക് കിട്ടും. കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടവേളയിൽ ഓരോ കൊണ്ടുവരും. ഞാൻ ഇവിടെ കൃഷി പണിയിലാണിപ്പോൾ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ്. ഇതിന് 15 ഉറുപ്പ്യക്ക് വാങ്ങിയതാണ് ഒരു മാസം മുന്നേ. ഒരു മാസമല്ല, 1.5 മാസം മുന്നേ. കൊടുക്കാൻ ആളുകൾക്ക് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ ഘട്ടം ഒരുപാട് കൊടുക്കാൻ വെച്ചിട്ടാണ്. ഒന്ന് വളർന്ന് വല്ലാട്ടെ, അപ്പോഴൊക്കെ ആവുള്ളൂ. ഇത് വാങ്ങിയതിന് ശേഷം വരെ ഇളക്കാനുള്ള മരുന്ന് കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തേങ്ങ എല്ലാം തിന്നു. ഇടയ്ക്ക് പോലെ തേങ്ങ കൊടുക്കും. അത് വലിയ ഇഷ്ടമാണ് തേങ്ങക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊളിച്ച് വീട്ടിൽ ഇഷ്ടമാരുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് പൊളിച്ച് കൊടുക്കും. വീട്ടിൽ ഞാൻ വാങ്ങിയിട്ട് തന്നെ കൊടുക്കും. അത് അവർക്ക് വലിയ തൃപ്തിയാണ്. പിന്നെ അതേമാതിരി ഒരു കാളക്കുട്ടി ഉണ്ട്, അതിനും കൊടുക്കും. അതേമാതിരി അതും ഈ ചേളാരി ചന്ത പറഞ്ഞാൽ പെരുള്ളൂർ ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. അത് വാങ്ങിയിട്ട് ഇപ്പോൾ അത് 2 മാസമായി വാങ്ങിയിട്ട്. വേറെ പശുവുണ്ട്, പശുവിൻ്റെ കുട്ടിയുണ്ട്. അത് പാല് ഇറക്കണതാണ്, അതാണ് വീട്ടിലുണ്ട്. പിന്നെ ഇടയ്ക്ക് കന്നുകൾ വരും പോവും. ചന്തല്ലേ, ചന്തയിൽ നിന്ന് കിട്ടുമ്പോൾ എടുക്കും, ഇവിടെ വന്ന് ഇറങ്ങി കൊടുക്കും, പിന്നെയും കൊണ്ടുവരും, പിന്നെയും പോവും. എങ്ങനെയും വന്നുകൊണ്ട് വെക്കും. തോത്തിലെപ്പോഴും 4 5 6 തോത്തിലെപ്പോഴും ഉണ്ടായി കൊടുക്കും. അത് വരിക, ആരം വരിക, കൊടുക്കുക, പിന്നെയും വാങ്ങുക. നമ്മളെ പണി കഴിഞ്ഞ് നമുക്ക് ഒരു വെറുതെ കിളിയതിന് ഒരു ഇടവേള. നമ്മളെ ആവശ്യത്തിന് ഏകദേശം ഒരു 10 വയസ്സ് തുടങ്ങി. അല്ലെ വാപ്പുള്ള കാലഘട്ടത്തിലേ തുടങ്ങി. സ്കൂളിൽ 4ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ അന്ന് സ്കൂളിൽ നിന്ന് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. 4ര പോയിക്കണ്. എന്നാലും ഇന്നത്തെ കോളേജിൻ്റെ പവർ നമുക്കുണ്ട്. 4ര പോയിക്കാണെങ്കിലും ഇന്നത്തെ കോളേജിൻ്റെ പവർ നമുക്ക് ഇപ്പോഴുണ്ട്. അതിൻ്റെ സംസാരിക്കാനും ഏത് ഭാഷയിൽ ഒറീസ സംസാരിക്കാനും ഒക്കെ നമുക്ക് ഇപ്പോഴും അറിയാം. സ്കൂളിൽ പോയിട്ട് ചേരേണ്ടതില്ല. നമ്മളിങ്ങനെ പല ഭാഗത്തുകാർ പല ആളുകൾ ഇടപെട്ട് അതിൽ ഒരു 10-15 കൊല്ലം 18 കൊല്ലം സൗദി അറേബ്യയിൽ നിന്നു. ജോലിക്ക് 18 കൊല്ലം സൗദി അറേബ്യയിലായിരുന്നു. അവിടും ഇതേമാതിരി തന്നെയാണ് കൃഷി. മസ്രയിലായിരുന്നു പണി, കൃഷി. 18 കൊല്ലം അവിടെ കൃഷി, ആട്, ഒട്ടകം ഇതൊക്കെ നോക്കണ പണിയാണ് അവിടെ. പിന്നെ ഇവിടുന്ന് പോയാൽ അതേ പണി തന്നെയാണ് അവിടെ കിട്ടിയത്. ഇപ്പോൾ പോത്തുകൾ നിലവാരം തന്നെ, പോത്തുകൾക്ക് വിലയാണ്. നിലവാരം തന്നെ ഇപ്പം ഈ വളർത്തുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഈ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ ശേഷം എല്ലാവരും വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം കൊണ്ടുപോകുന്ന ടൈമാണ്. എല്ലാവരും പോത്തുകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ആന്ധ്ര പോത്തുകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അത് ആന്ധ്രയിൽ നിന്ന് പിള്ളാച്ചി വന്നിട്ട് പിള്ളാച്ചിയിൽ നിന്നാണ് ഇവിടെ ചന്തയ്ക്ക് വരുന്നത്. അത് ഡയറക്റ്റായിട്ട് ആന്ധ്രയിൽ നിന്ന് പിള്ളാച്ചി ഇറങ്ങി പിള്ളാച്ചിയിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോവാണ്. അത് കൂടുതലും ഇപ്പം ഇത് കൊണ്ടുപോകുന്നത് പെണ്ണുങ്ങളാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ പോത്ത് വളർത്തുന്നത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് കൂടുതലും ഇത് കൊണ്ടുപോകുന്നത്. അവർക്കിതൊരു കുടിൽ വ്യവസായമായിട്ട് അവരിത് കണ്ട് പഠിച്ചു. അതുകൊണ്ട് 2 പോത്തുകുട്ടികൾ 3 പോത്തുകുട്ടികളെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം അവർ വളർത്തി കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം 2.5 ലക്ഷം ഉറുപ്പ്യ അവർക്ക് വിൽക്കാൻ കഴിയും. അതിനോട് ആകെ മുടക്കം ഒരു 20, പിന്നെ ഒരു 60 ഉറുപ്പ്യ 60 ഉറുപ്പ്യ മുടക്കുണ്ടാവുള്ളൂ. ബാക്കി അവർ നോക്കി വളർത്തി ഉണ്ടാക്കി അവരുടെ ആവശ്യത്തിൽ അവർ ഭക്ഷണം കൊടുത്ത് 2-3 പോത്തുണ്ടായാൽ ഒരു 2.5-3 ലക്ഷം ഉറുപ്പ്യൊക്കെ അവർക്ക് വിൽക്കാൻ കഴിയും. അല്ല വിൽക്കണമുണ്ട്. പിന്നെ മാത്രമല്ല വീട്ടിലെ വേസ്റ്റുകൾ, വീട്ടിലെ ആവശ്യത്തിനുള്ള വളങ്ങൾ, പിന്നെ അതുമല്ല ജൈവവളം, പിന്നെ അത് മാത്രമല്ല വീട്ടിൽ പാചക ഗ്യാസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് സംഭരിച്ചിട്ട് അതിന് ചാണകക്കുഴിയാക്കിയിട്ട് അതിൽ മെഷീൻ ഫിറ്റ് ചെയ്തിട്ട് വീട്ടുകളിലെ പാചക ഗ്യാസ് ഇതുകൊണ്ട് ലഭിക്കുന്നുണ്ട്. അതും ഒരു വലിയൊരു ഉപയോഗം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും
കിട്ടുന്നുണ്ട്. അതിനകത്ത് കൊടുക്കാനുള്ള തീറ്റകൾ, പശുക്കൾക്കുള്ള തീറ്റകൾ ഒക്കെ ഒന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമല്ല ഇപ്പോൾ പഞ്ചായത്തിൽ പശുക്കുട്ടികൾ, പോത്തുകുട്ടികൾ ഇതൊക്കെ കൊടുക്കുന്ന ടൈമാണ്. എല്ലാവരും എഴുതി കൊടുത്ത് ഗവൺമെൻറ് പാസ്സാക്കി ഓരോരോ വാർഡ് തലത്തിൽ കൊടുക്കേണ്ട ടൈം എല്ലാവരും ഇപ്പോൾ എഴുതി കൊടുത്തു. ഗ്രാമസഭയിൽ കൊടുത്ത് ഒക്കെ ക്ലിയറാക്കി. ഇനി അത് പാസ്സായി വരുമ്പോൾ എല്ലാവർക്കും കിട്ടൂല. ചിലപ്പോൾ ഒരു വാർഡിലേക്ക് 2-3 ആൾക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കിട്ടിപ്പോവും. പോത്ത് ഫ്രീ ആയിട്ടല്ല, ഒരു പോത്ത് കൂടിക്ക് 20 റുപ്യാണ് അതിന് വില. 10 റുപ്യ സബ്സിഡി ആയിട്ട് കിട്ടും. ബാക്കി നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇൻഷുർ ചെയ്ത് നമുക്ക് കിട്ടും. അത് ഇതേമാതിരി ചന്തയിൽ നിന്ന് എടുത്ത കാളയാണ്. അത് കുഴപ്പമൊന്നുമില്ല, വളരെ ഉഷാറായിട്ട് വളരുന്നുണ്ട്. നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മളെയൊക്കെ പശുക്കളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അറ്റങ്ങൾക്ക് ചെന പിടിക്കാനും മറ്റുമൊക്കെ നമ്മളെ എപ്പോഴും ഒരു കാളുണ്ടാവും. ചിലപ്പോൾ ഡോക്ടർമാരൊന്ന് കുത്തി വെച്ചാൽ ചെന പിടിക്കാഞ്ഞാൽ ഞങ്ങൾ ഇതേമാതിരി കാള വെച്ച് ചെന പിടിപ്പിക്കല ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തണമാണ്. പിന്നെ അത് ചെന പിടിച്ച് കഴിഞ്ഞാൽ വിൽക്കും, പിന്നെ വീണ്ടും വേറെ കൊണ്ടുവരും. അത് വെറുതെ ചോദിക്കണ്ടേ, കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ വില കിട്ടിയാൽ കൊടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിർത്തും. ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് 2 വയസ്സ് കഴിഞ്ഞു. പല്ല് പറഞ്ഞു. ഇത് വാങ്ങിയിട്ട് ഒരു മാസം 1.5 മാസം കഴിഞ്ഞു. പല തീറ്റിക്കൂടിയൊക്കെയാണ്. ഇപ്പം അങ്ങനെ എല്ലാം ചോദിക്കണ്ടേ, കൊടുത്തിട്ടില്ല. കുറച്ചുകൂടെ നിൽക്കട്ടെ അയച്ചു കൊടുക്കുകയാണ്. ഇതും അതേമാതിരി ചന്തയിൽ നിന്ന് വാങ്ങിച്ചാണ്. എല്ലാം ഇണക്കുള്ള കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല. ആരൊപ്പം പോവും, ആർക്കും കൊണ്ടുനടക്കാം, കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. ഇവനില്ല ഞാൻ അവൻ നിൽക്കില്ല, അവൻ ഞാൻ അവരും നിൽക്കില്ല. രണ്ടാൾക്കും ഒപ്പം, ഒരാൾ ഞാൻ ഒരാൾ നിൽക്കില്ല, രണ്ടാൾക്കും ഒപ്പം നിൽക്കണം. ഭയങ്കര ചങ്ങായിമാരാണ്. രണ്ടാളും ദോസ്തുകളാണ്. വീട്ടിൽ നിന്ന് വിട്ടാലും തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും ഒക്കെ രണ്ടാളും ഒപ്പം വേണം. ഒപ്പമില്ലാഞ്ഞാൽ നിൽക്കില്ല, ഒരൊറ്റയ്ക്കാൽ നിൽക്കില്ല. ഇനിയൊന്ന് വേറെ ആൾക്കാണ്ട് അതുപോലെ അടുത്ത് കൊടുക്കണം. കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് കൊടുത്തിട്ട് ഒന്നുകൂടി വേറെ ആൾക്കാർ അവരൊന്നും കൂടി ഉഷാറാവും. വേറെ കാണാൻ വരുന്നൊക്കെ ആകുമ്പോൾ മൃഗാശുപത്രി പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും, കടയിൽ കിട്ടും. വേറെ ഇളക്കിയാൽ ഉഷാറായി തീറ്റെടുക്കും. പിന്നെ തടി നന്നാവും, വയറ് കുറയും. പിന്നെ അവർക്ക് നല്ല ഉഷാറുണ്ടാവും, തടിക്കൊരു ഉന്മേഷം ഉണ്ടാവും. ഉണ്ടായാൽ ആ ഉന്മേഷം ഉണ്ടാവില്ല. അങ്ങനെ ഇതായി കൊടുക്കും, മെലിഞ്ഞു കൊടുക്കും, നന്നാവില്ല. വേറെ ഇളക്കി ക്ലിയറാക്കിയാൽ ഒന്നുകൂടി തീറ്റെടുത്ത് ഉഷാറാക്കി അവർക്കാണ് ഒരു ഭയങ്കര ഒരു കുളിർമയാണ്. ഈ സ്ഥലം നമ്മുടെ സുഹൃത്തിൻ്റെ ആണ്. അവ ഇവിടെ കൊണ്ട് കെട്ടിയാണ്. എനിക്കിത് കുറച്ച് കൃഷികളുണ്ട്, അപ്പം ഇവിടെ കൊണ്ടാക്കി കെട്ടിയതാണ്. എൻ്റെ പേര് വീരാൻ. സ്ഥലം കൊണ്ടോട്ടിക്കടുത്ത് കരുവാങ്കല്ലെങ്കിലാണ്. എപ്പോഴും ഉണ്ടായ ചന്തയിലെ പണിക്കാരനും കൂടിയാണ്, പുതിയ ചന്തയിലെ ഒരു അംഗം കൂടിയാണ്. എപ്പോൾ വന്നാലും അവിടെ കാണാം, അവിടെ ഉണ്ടാവും. ഈ കാളക്കുട്ടി ആരെയും ആവശ്യക്കാർ വന്നാൽ കൊടുക്കും, അതിൻ്റെ വില ഇട്ടിയാൽ കൊടുക്കും. ഒരാളുകൾ ഇങ്ങനെ ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ സമാധാനത്തിൽ കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. വിറ്റിട്ട് നമുക്ക് വേറെ വാങ്ങാൻ കിട്ടില്ല. ഈ വിലക്ക് ഭയങ്കര വിലയാണ് പുറത്ത്.